നേതാക്കൾ, നിക്ഷേപകർ, നൂതനാശയക്കാർ എന്നിവർ പങ്കെടുക്കുന്ന ഗേറ്റ്വേ ഗൾഫിന്റെ 3ാം പതിപ്പിന് ബഹ്റൈനിൽ തുടക്കമായി. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാർക്കൊപ്പം MA യൂസഫ് അലിയും സ്പീക്കറായി പങ്കെടുത്തു. ആഗോള നിക്ഷേപത്തെ പുനർവിചിന്തനം ചെയ്യാനും പ്രധാന മേഖലകളിൽ തന്ത്രപരമായ പങ്കാളിത്തം രൂപപ്പെടുത്താനുമുള്ള ഗൾഫിന്റെ പ്രധാന വേദിയായിരുന്നു ഗേറ്റ്വേ ഗൾഫ്. ബഹ്റിൻ ഇക്കണോമിക് ഡെവലപ്മെന്റ് ബോർഡ് സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയിൽ ബഹ്റിൻ ധനകാര്യമന്ത്രി ഷെയ്ഖ് സൽമാൻ ബിൻ ഖലീഫ അൽ ഖലീഫ, UAE വിദേശ വ്യാപാര മന്ത്രി ഡോക്ടർ താനി ബിൻ അഹമ്മദ് അൽ സയൂദി, സൗദി ടൂറിസം മന്ത്രി അഹമ്മദ് അൽ ഖത്തീബ്, ബ്രിട്ടനിലെ മുൻ മന്ത്രി ഗെറി ഗ്രിംസ്റ്റൺ, ബഹ്റിൻ ടൂറിസം മന്ത്രി ഫാത്തിമ ബിൻത് ജാഫർ അൽ സൈറാഫി, സുസ്ഥിര വികസന മന്ത്രിയും ബഹ്റിൻ എക്കണോമിക് ഡെവലപ്മെന്റ് ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവുമായ നൂർ ബിൻ തലി അൽ ഖുലൈഫി, ലുലു ഇന്റർനാഷണൽ ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി തുടങ്ങിയവർ ഫോറത്തിൽ സംസാരിച്ചു. ആഗോള ധനകാര്യം, ഉൽപാദനം, ടൂറിസം, സാങ്കേതികവിദ്യ, ലോജിസ്റ്റിക് എന്നിവയിലെ മറ്റു പ്രമുഖരും ഇതിൽ പങ്കെടുക്കുന്നു. 1986 ആദ്യം ബഹ്റിനിലെത്തിയതായും ഇവിടത്തെ ഭരണാധികാരികളുടെ ദീർഘവീക്ഷണം രാജ്യത്തിന്റെ പെട്ടെന്നുള്ള പുരോഗതിക്ക് കാരണമായതായും MA യൂസഫ് അലി പറഞ്ഞു. 1986 ആദ്യമായിട്ട് ബഹ്റൈനിൽ വന്നത്. അന്ന് മുതൽ ഇന്ന് വരെയുള്ള ഈ പുരോഗതി മുഴുവൻ ഞാൻ കാണുകയാണ്. ഒരുപാട് പുരോഗതികൾ വന്നിട്ടുണ്ട്, ഒരുപാട് ന്യൂ ഇന്നോവേഷൻസ് ഉണ്ട്, പുതിയ ടെക്നോളജികൾ ഗവൺമെൻറ്റിലും പ്രൈവറ്റിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കിവിടെ 16 ഷോപ്പുണ്ട്. അത് 4 കൂടി ഞങ്ങളുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. 20 ബഹ്റൈനെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ എക്കണോമി വളരെ സ്ട്രോങ് ആണ്. മാതൃഭൂമി ന്യൂസ്, ബഹ്റൈൻ.